രണ്ട് കണ്ണുകളും ഇല്ലാത്തവർ മാത്രമല്ല, തൻ്റെ ഇണയുടെ ഹൃദയം കാണാത്തവരും അന്ധരാണ്. നാം മറ്റുള്ളവരെ മനസ്സിലാക്കും പോലെ അവരും നമ്മളെ മനസ്സിലാക്കും എന്ന ചിന്തയാണ് ഏറ്റവും വലിയ പരാജയം. നിങ്ങൾ നിങ്ങളുടെ ചെവി കൊണ്ട് കേൾക്കാത്ത കാര്യങ്ങളും കണ്ണുകൊണ്ട് കാണാത്ത കാഴ്ചകളും ഒരിക്കലും നിങ്ങളുടെ നാവ് കൊണ്ട് സംസാരിക്കരുത്. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല. ഒന്നോർക്കുക, നമ്മൾ എത്ര ചേർത്തു പിടിച്ചാലും പോകാനുള്ളത് പോവുക തന്നെ ചെയ്യും. ഒരുപാട് അകലെയാണെങ്കിലും നമ്മിലേക്ക് വരാനുള്ളത് വരിക തന്നെ ചെയ്യും. ജീവിതത്തിൽ ഭയപ്പെടാൻ വിനിയോഗിക്കുന്ന സമയവും ഊർജവും പ്രവൃത്തികൾക്ക് നൽകിയാൽ ഉറപ്പായും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. ചിലരോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അവരെ മനസ്സിലാക്കാൻ മനസ്സ് സമ്മതിക്കില്ല. നിങ്ങളുടെ ചിന്തയുടെ ഗുണനിലവാരം പോലെ ആയിരിക്കും നിങ്ങളുടെ സന്തോഷവും. അവനവൻ്റെ കാര്യലാഭത്തിനു വേണ്ടി മാത്രം നമ്മളുമായി അടുപ്പം കാണിക്കുന്നവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പരാജയം തന്നെയാണ്. ഓരോ പ്രവൃത്തിയുടെയും വിജയത്തിന് ശേഷം ഉണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ താല്പര്യം വർദ്ധിക്കുന്നു. എത്രത്തോളം നമ്മളിൽ താല്പര്യമുണ്ടോ അത്രത്തോളം മികച്ച വിജയവും നേടാനാകും. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാത്തപ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു. അപരിചിതരോട് കാണിക്കുന്ന ആദരവും സ്നേഹവും ആത്മബന്ധം ഉള്ളവരോടും കൂടി കാണിക്കുകയാണെങ്കിൽ പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാകും. നന്ദി വാക്ക് പറയാൻ മറന്നാലും കുറ്റം പറയാൻ മറക്കില്ല ചില മനുഷ്യർ. ചിലതൊക്കെ കൃത്യമായി മനസ്സിലായാലും ഒന്നും മനസ്സിലാവാത്ത പോലെ ഭാവിച്ചു നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഏതൊരു അവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരാൾക്കും നമ്മുടെ സന്തോഷത്തെ തകർത്തെറിയാനാവില്ല. ഒന്ന് ക്ഷമിക്കാൻ കഴിയാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ കഴിയാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. തുടർച്ചയായി പോസിറ്റീവ് ചിന്തകളിലൂടെ മാത്രം കടന്നുപോകുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരേക്കാൾ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. എത്ര തന്നെ പ്രതികൂലമായ സാഹചര്യത്തെയും അനുകൂലമാക്കാൻ നമ്മുടെ മനസ്സിന് കഴിയും. ഏതൊരു വ്യക്തിയുടെയും വിജയ പരാജയങ്ങളെ നിയന്ത്രിക്കുന്നത് അവയോടുള്ള നമ്മുടെ സമീപനമാണ്. 1000 പേർ നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അപമാനിച്ചാലും പരിഹസിച്ചാലും തളരരുത്. നിങ്ങളുടെ ഭാഗത്ത് സത്യമുണ്ടെങ്കിൽ അന്തിമ വിജയം നിങ്ങൾക്ക് മാത്രമാണ്. കരയാം, നമ്മുടെ സങ്കടങ്ങൾ തീരുവാൻ വേണ്ടി മാത്രം. ചിരിക്കാം, നമുക്ക് സന്തോഷം ഉണ്ടാകുമ്പോൾ മാത്രം. എന്നാൽ ഒരിക്കലും മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയോ അവരുടെ വീഴ്ചയിൽ സന്തോഷിക്കുകയോ ചെയ്യരുത്. സമാധാനം കടന്നു വരുന്നത് നമ്മുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ്. നമ്മുടെ ഉള്ളിൽ നിന്നല്ലാതെ പുറത്ത് എവിടെ അന്വേഷിച്ച് നടന്നാലും അത് ലഭിക്കില്ല. ലോകം എത്ര മാറിയാലും നമുക്ക് സന്തോഷമായിരിക്കാൻ കഴിയില്ല. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്ന ദിവസം ജീവിതം സന്തോഷകരമാകും. നീ ആരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുവോ അവർക്ക് നിന്റെ മനസ്സിനെ അത്രത്തോളം വേദനിപ്പിക്കാനുള്ള കഴിവുമുണ്ടായിരിക്കും. വാക്കുകൾക്ക് മുള്ളിനേക്കാൾ മൂർച്ചയുണ്ട്. മുള്ളുകൊണ്ട് ഉണ്ടാവുന്ന മുറിവ് ദിവസങ്ങൾക്കുള്ളിൽ ഉണങ്ങുന്നു. പക്ഷേ ഹൃദയത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കപ്പെടുന്നു.